തമിഴ്നാട്ടിൽ ബി.എസ്.പി സംസ്ഥാന പ്രസിഡന്റ് കെ ആംസ്ട്രോങ്ങിനെ 6 അംഗ സംഘം വെട്ടിക്കൊന്നു. ചെന്നൈയിലെ സെമ്പിയം പ്രദേശത്തെ വസതിക്ക് സമീപത്ത് വെച്ചാണ് ബൈക്കിലെത്തിയ 6 അംഗ സംഘം ആംസ്ട്രോങ്ങിനെ ആക്രമിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, നിലവിൽ എന്താണ് ഈ അക്രമത്തിന് പിന്നിലുള്ളത് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ ബി.എസ്.പി നേതാവിൻ്റെ മരണത്തെ തുടർന്ന് ചെന്നൈയിൽ വലിയ തരത്തിലുള്ള റോഡ് ഉപരോധങ്ങൾ, ഗതാഗത പ്രശ്നങ്ങളടക്കം അരങ്ങേറുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ബി.എസ്.പി നേതാവ് മായാവതി ചെന്നൈയിലേക്ക് തിരിച്ചതായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലെ ഇടയാക്കിയ കാരണങ്ങൾ? ഇന്നലെ രാത്രി 7:30യോടെയാണ് തമിഴ്നാട്ടിലെ അടുത്തുള്ള സെമ്പിയം പ്രദേശത്ത് ബി.എസ്.പി നേതാവ് കെ ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 6 അംഗ സംഘം അദ്ദേഹത്തെ ഫുഡ് ഡെലിവറി സംഘം ആയി ചമഞ്ഞാണ് അദ്ദേഹത്തെ പിന്തുടരുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരക്കോട്ടെ സുരേഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ കൊന്നതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് ഈ കെ ആംസ്ട്രോങ്ങിനെ കൊന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ ബി.എസ്.പി പ്രവർത്തകർ തമിഴ്നാട് ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. തമിഴ്നാട് സർക്കാർ ഈ മരണത്തെ തുടർന്ന് 10 അംഗ അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അന്വേഷണ കമ്മീഷനിലെ വിശ്വാസ്യതയില്ല എന്നും കേസ് CBIക്ക് വിടണം എന്നുമാണ് അവരുടെ ആവശ്യം. ഈ വിഷയത്തിൽ നാളെ ബി.എസ്.പി നേതാവ് മായാവതി ചെന്നൈയിൽ എത്തുകയും തമിഴ്നാട്ടിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. സിജു. ശരി, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് ബി.എസ്.പി സംസ്ഥാന അധ്യക്ഷനെ 6 അംഗ സംഘം വെട്ടിക്കൊന്നു. വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്.